പണ്ടേ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു തോരൻ ഈ പ്രാവശ്യം വീട്ടിൽ പോയപ്പം ഒരു ചോറ്റുപാത്രത്തെ റീക്രിയേഷൻ എന്ന പോലെ ഞാൻ അമ്മച്ചിയെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. നമുക്ക് പച്ചക്കറി ഒന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. രാവിലെ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു തോരനാണ് കേട്ടോ. സബോളയാണ് വേണ്ടത്. ആദ്യം സബോള തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അമ്മച്ചിയാണ് ഈ ഒരു തോരൻ വെക്കുന്നത്. അപ്പം ഈ അമ്മമാരിങ്ങനെ ജോലി ചെയ്യുമ്പോൾ കണ്ടോണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഈ അമ്മമാരെ കാണുമ്പോൾ ഒരു പ്രത്യേക മടി വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മച്ചി ഇത് നന്നായിട്ട് സവോള ഇതുപോലെ കൊത്തി എറിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തോരനുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം. അത് അമ്മച്ചി തേങ്ങ ഒക്കെ പൊട്ടിച്ചെടുത്തു. ഇനി എൻ്റെ മോള് ഇവിടെ ഇരുന്ന് തിരുമുന്ന ചിരവിയില്ലേ, അപ്പോൾ അവളെ ഏൽപ്പിച്ചു. അവളിതാ തേങ്ങ ഒക്കെ ചുരണ്ടി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കാം. ഒരു പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇവിടുത്തെ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കത്തുള്ളേ. പുറത്ത് നല്ല വെയിലൊക്കെ ഉണ്ട്, പക്ഷേ രാത്രിയിലെ തണുപ്പുണ്ട്. ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. എൻ്റെ മക്കൾക്ക് ഇവിടെ ആദ്യമൊക്കെ വന്നപ്പം ഈ ഒരു വെളിച്ചെണ്ണ കണ്ടിട്ട് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ഇതാ വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് കടുകിട്ടു, ഉണക്കമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ച് വേവിച്ചെടുക്കാം. സവോള പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് അടച്ച് വയ്ക്കുമ്പോൾ സവോള വാടി കിട്ടി. ഇനി നമുക്ക് ആ സവോള മാറ്റി നടുക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. 2 മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാവേ. ഇനി മുട്ട ഒന്ന് വെന്തതിന് ശേഷം സവോളയായിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്ക് തേങ്ങ വേണം. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പ് പോരാൻ തോന്നിയാൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ. പിന്നെ മഞ്ഞൾപ്പൊടി വേണ്ട കേട്ടോ ഈ ഒരു തോരന്. ഇതിങ്ങനെ ഈ ഒരു കളറിലിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അത്രേ ഉള്ളൂ. തേങ്ങയും കൂടി ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചൂടോടെ ചോറിൻ്റെ കൂടെ അങ്ങ് കഴിക്കുക.